നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം. സംസ്ഥാനത്ത് ഉഷ്ണതരംഗം മൂലം മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാൻ പരിഗണനയിലുണ്ടെന്ന് സംസ്ഥാന വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വരുന്ന ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരും പാലക്കാടും ഒക്കെയായി സൂര്യാഘാതമേറ്റ മരണങ്ങൾ സംഭവിച്ചിരുന്നു. അടുത്ത ആഴ്ചയിലും തീവ്രമായ ചൂട് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലയിൽ വരും ദിവസങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതായും മുന്നറിയിപ്പുണ്ട്. കൂടാതെ സംസ്ഥാനത്ത് ഉടൻ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ ആലോചിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോഡ് ഷെഡിംഗ് ഉടനില്ല എന്നും അമിത ഉപയോഗമാണ് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മുതലപ്പൊഴിയിൽ വീണ്ടും വള്ളം മറിഞ്ഞു. മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. മുതലപ്പൊഴിയിൽ വീണ്ടും മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് അപകടം. പുലർച്ചെ 3:30 അപകടം. മത്സ്യബന്ധനത്തിനായി പോകവെ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട വള്ളം മറിയുകയായിരുന്നു. വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. പുതുക്കുറിച്ചി സ്വദേശി ജോണിയാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. വള്ളത്തിൽ 6 തൊഴിലാളികളുണ്ടായിരുന്നു. ഇതിൽ 5 പേർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. തീരദേശ പോലീസും മത്സ്യത്തൊഴിലാളികളും നടത്തിയ തിരച്ചിലാണ് ജോണിന്റെ മൃതദേഹം കണ്ടെടുത്തത്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം. കോൺഗ്രസ് ലോക്സഭാ സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ച് BJPയിൽ. കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇൻഡോറിലെ പാർട്ടി സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ച് BJPയിൽ ചേർന്നു. മധ്യപ്രദേശിലെ ഇൻഡോർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി അക്ഷയ് ബാമാണ് മത്സരം ഉപേക്ഷിച്ച് BJPയിൽ ചേർന്നത്. BJP MLA രമേശ് മെൻഡോളയ്ക്കൊപ്പം കളക്ടറേറ്റിലെത്തിയാണ് അക്ഷയ് കാന്തിഭം തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത്. BJP സിറ്റിംഗ് MP ശങ്കർ ലാൻവനിക്കെതിരെയായിരുന്നു അക്ഷയ് ബാം നിന്നിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടമായ മെയ് 13-നാണ് ഇവിടെ വോട്ടെടുപ്പ്. 16-കാരിയെ പീഡിപ്പിച്ച കേസ് SIക്ക് കഠിന തടവും പിഴയും. 16-കാരിയായ +1 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ SIക്ക് 6 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും വിധിച്ചു. കോഴിക്കോട് സ്വദേശി സജീവ് കുമാറിനെയാണ് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 3 മാസം കൂടുതൽ തടവനുഭവിക്കണം എന്ന് ജഡ്ജി R രേഖ വ്യക്തമാക്കി. പിഴത്തുക കുട്ടിക്ക് നൽകണം. 2019 നവംബർ 26-ന് വൈകുന്നേരം 5 മണിക്കാണ് കേസിലെ സംഭവം നടക്കുന്നത്. സംഭവകാലത്ത് പ്രതി റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റും കുട്ടി ചിൽഡ്രൻസ് ക്ലബിന്റെ പ്രസിഡന്റുമായിരുന്നു. റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ലിസ്റ്റ് വാങ്ങാനായി പ്രതി കുട്ടിയെ പ്രതിയുടെ വീട്ടിൽ വിളിച്ചു വരുത്തുകയായിരുന്നു. ലിസ്റ്റ് വാങ്ങുന്നതിനിടെയാണ് പ്രതി കുട്ടിയെ മടിയിൽ പിടിച്ചിരുത്തി കടന്നു പിടിച്ചത്. സംഭവകാലത്ത് പ്രതി ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡിലെ സബ് ഇൻസ്പെക്ടറായിരുന്നു. സംഭവത്തിന് ശേഷം കേസെടുത്തതിനെ തുടർന്ന് പ്രതിയെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് രാഹുൽ ഗാന്ധി. വൈറലായി AI വീഡിയോ. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന AI വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തരംഗമാകുന്നത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞാവേദിയിലേക്ക് കയറുന്നതും തുടർന്ന് ചെങ്കോട്ടയിലെ ദൃശ്യങ്ങളുമാണ് കാണിക്കുന്നത്. കോൺഗ്രസ് അനുഭാവികളടക്കം നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ ഇതിനോടകം പങ്കുവച്ചിരിക്കുന്നത്. ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആയിരിക്കുമെന്ന കുറിപ്പോടെയാണ് എക്സിൽ പലരും വീഡിയോ പങ്കുവയ്ക്കുന്നത്. 2020 ലോകകപ്പ്. സഞ്ജു സാംസൺ ആദ്യ വിക്കറ്റ് കീപ്പർ. വരുന്ന 2020 ലോകകപ്പിൽ ഋഷഭ് പന്തിനെ മറികടന്ന് സഞ്ജു സാംസൺ ഇന്ത്യയുടെ ആദ്യ വിക്കറ്റ് കീപ്പറായേക്കുമെന്ന് സൂചന. ESPN ക്രിക്ക് ഇൻഫോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയെ ടീമിൽ നിന്ന് ഒഴിവാക്കുമെന്നും സൂചനകളുണ്ട്. IPL സീസണിലെ മികച്ച പ്രകടനം അടിസ്ഥാനമാക്കി കുൽദീപ് യാദവ്, യുസ്വേന്ദ്ര ചഹൽ എന്നിവരെ ടീമിൽ ഉൾപ്പെടുത്തിയേക്കും. മോശം ഫോമിലാണെങ്കിലും ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ടീമിൽ ഇടം ലഭിക്കുമെന്നാണ് സൂചന. മെയ് 1-നാണ് ടീമുകളെ പ്രഖ്യാപിക്കാൻ ICC നിർദ്ദേശിച്ചിരിക്കുന്ന അവസാന തീയതി. ശോഭയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് EP. BJP നേതാവ് പ്രകാശ് ജാവേദ്കറിനെ കണ്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഗൂഢാലോചനയെന്ന് ആവർത്തിച്ച് EP ജയരാജൻ. താൻ നൽകിയ വിശദീകരണം പാർട്ടിക്ക് ബോധ്യമായിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ EP മാധ്യമങ്ങളെയും വിമർശിച്ചു. BJP നേതാവ് ശോഭ സുരേന്ദ്രനെ കണ്ടിട്ടില്ല. താൻ BJPയിൽ ചേരാൻ ചർച്ച നടത്തിയെന്ന ആരോപണത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. വിവാദങ്ങൾ മീഡിയയാണ് ഉണ്ടാക്കിയത്. ഇതൊന്നും ആരോപണങ്ങളല്ല, ഫ്രോഡാണ്. വ്യാജ വാർത്തകളാണ് ഞാനുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചത്. ഇതിൽ രാഷ്ട്രീയമുണ്ട്. ഇതിന്റെ അടിസ്ഥാനം സാമ്പത്തികമാണ്. അത്തരത്തിൽ മാധ്യമങ്ങൾ മാറരുത്. മാധ്യമങ്ങൾ കൊത്തിവലിച്ചാൽ തീരുന്നയാളല്ല ഞാൻ. പാർട്ടിക്ക് മാത്രമല്ല മാധ്യമങ്ങളെക്കുറിച്ച്
ജനങ്ങൾക്കും നല്ല ബോധ്യമുണ്ടെന്ന് EP പ്രതികരിച്ചു. അമിത്ഷായുടെ ഹെലികോപ്റ്റർ ടേക്ക് ഓഫിനിടെ ആടിയുലഞ്ഞു. വൻ അപകടം ഒഴിവായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഞ്ചരിച്ച ഹെലികോപ്റ്റർ പറന്നുയരുന്നതിനിടെ നിയന്ത്രണം വിട്ടു. ഇന്ന് ഉച്ചയോടെ ബീഹാറിലെ ബെഗുസാരയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെയാണ് സംഭവത്തിന്റെ വീഡിയോ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടു. പൈലറ്റിന്റെ സംയോജിത ഇടപെടലിലൂടെ വൻ അപകടം ഒഴിവായെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ ആടിയുലയുകയും പിന്നീട് ഭൂമിയിൽ സ്പർശിക്കാൻ പോകുന്നതുമാണ് വീഡിയോയിൽ കാണാനാവുന്നത്. അല്പസമയത്തിനുള്ളിൽ പൈലറ്റ് ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം തിരിച്ചുപിടിച്ച് പറന്നുയരുന്നതും വീഡിയോയിൽ കാണാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയുടെ ഭാഗമായാണ് അമിത്ഷാ ബീഹാറിലെത്തിയത്. മദ്യപിച്ച് ജോലിക്കെത്തുന്നവരെ കണ്ടെത്താൻ വിജിലൻസ് പരിശോധന. പത്തനാപുരം KSRTC ഡിപ്പോയിൽ കൂട്ടവധിയെടുത്ത ജീവനക്കാർ. പത്തനാപുരം KSRTC ഡിപ്പോയിൽ മദ്യപിച്ച് ജോലിക്കെത്തുന്നവരെ കണ്ടെത്താൻ വിജിലൻസ് പരിശോധന നടത്തുന്നതിന് പിന്നാലെ KSRTC ഡിപ്പോയിൽ കൂട്ടവധിയെടുത്ത ജീവനക്കാർ. ഡിപ്പോയിൽ നിന്നുള്ള 15 ബസ് സർവീസുകൾ മുടങ്ങി. 12 ജീവനക്കാരാണ് അവധിയെടുത്തത്. പരിശോധനയിൽ മദ്യപിച്ച് ജോലിക്കെത്തിയ 3 പേരെ പിടികൂടുകയും ചെയ്തു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ മണ്ഡലമാണ് പത്തനാപുരം. യാത്രക്കാർക്കായി ബദൽ സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മധുരയിൽ മലയാളിയായ വനിതാ റെയിൽവേ ഗാർഡിനെ മദ്യപ സംഘം ആക്രമിച്ചു. മധുരയിൽ മലയാളി റെയിൽവേ ഗാർഡിന് നേരെ ആക്രമണം നടന്നു. കൊല്ലം സ്വദേശി രാഖിയെയാണ് മദ്യപ സംഘം ആക്രമിച്ചത്. മധുര റെയിൽവേ ജംഗ്ഷനിലേക്ക് ട്രെയിൻ കയറുന്നതിന് തൊട്ടുമുമ്പ് ട്രെയിൻ സിഗ്നൽ കാത്തു കിടക്കുമ്പോഴായിരുന്നു സംഭവം. ട്രെയിനിൽ നിന്ന് സിഗ്നൽ നൽകാനുള്ള ചുമതലയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് രാഖിയായിരുന്നു. രാഖിയുടെ ഫോണും പണവും സൂക്ഷിച്ച ബാഗും മാലയും തട്ടിയെടുത്ത അക്രമികൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. കൈക്കും തലയ്ക്കും പരിക്കേറ്റ രാഖിയെ റെയിൽവേ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് വിവരം. പ്രതികൾ മദ്യപിക്കാൻ പണത്തിനു വേണ്ടിയാണ് രാഖിയെ ആക്രമിച്ചതെന്നാണ് നിഗമനം. ഇവർ അറസ്റ്റിലായതായി സൂചനയുണ്ട്. എന്നാൽ ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല.